ഈ വിഷയം ഉന്നയിച്ചപ്പോൾ ഞാൻ വളരെ ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞിരുന്നു. 1.72 കോടി രൂപയ്ക്ക് നികുതി അടച്ചു എന്ന CPM വാദം തെറ്റാണെന്ന് തെളിയിച്ചാൽ മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി വാങ്ങിയെന്ന് CPM അംഗീകരിക്കുക. അതുകൊണ്ടാണ് ഞാൻ AK ബാലന്റെയും MD ഗോവിന്ദന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സ്റ്റേറ്റ്മെന്റ് ഞാൻ വീണ്ടും ഇവിടെ നിങ്ങളെ കാണിച്ചത്. അന്ന് അവർ പറഞ്ഞു, പക്ഷെ എനിക്ക് അന്ന് ഇതിനെ മറിച്ച് നികുതി അടച്ചു തെളിയിക്കുന്നതിന് വേണ്ടി ധനമന്ത്രിയെ കൊണ്ടുവന്ന് അന്ന് ഞാൻ പറഞ്ഞത് കത്തല്ല, ഇത് ക്യാപ്സ്യൂൾ ആണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇത് കത്തല്ല, ഇത് ക്യാപ്സ്യൂൾ ആണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ ക്യാപ്സ്യൂളിൽ അദ്ദേഹം പറഞ്ഞ വേറൊന്നുമല്ല, നികുതി അടച്ചിട്ട് 2016 മുതൽ വാങ്ങിയ 16 ഇതിന്റെ ഒരു സാങ്കേതികത നമ്മൾ മനസ്സിലാക്കേണ്ടത് GST വരുന്നത് 2017 2017 മുമ്പ് നിങ്ങൾ ഇതുപോലെ സേവനം നടത്തി പൈസ വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ അടയ്ക്കേണ്ടത് സർവീസ് ടാക്സ് ആണ്. സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ ഉണ്ടാവണം. സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ പ്രകാരം സർവീസ് ടാക്സ് അടച്ചുകൊണ്ടിരുന്ന ആള് GSTയിലേക്ക് മാറുകയാണെങ്കിൽ 2017 GSTയിലേക്ക് മാറുകയാണെങ്കിൽ അവർ സബ്മിറ്റ് ചെയ്യുന്ന ഫോം എന്ന് പറയുന്നത് ട്രാൻസിഷൻ ഫോമാണ്. അതായത് സർവീസ് ടാക്സ് രജിസ്ട്രേഷനിൽ നിന്നും GSTയിലേക്ക് മാറുന്നതിനുള്ള സർവീസ് ടാക്സ് GST ട്രാൻസിഷൻ ഫോം, സർവീസ് ടാക്സ് GST ട്രാൻസിഷൻ ഫോം ഫയൽ ചെയ്ത് അപ്പൊ അതിന് മുമ്പ് അടച്ചിരുന്ന ഡീറ്റെയിൽസും സർവീസ് ടാക്സ് രജിസ്ട്രേഷനും എല്ലാം GST പോർട്ടലിൽ കാണിക്കും. അങ്ങനെ ഞാൻ ഇതിനുശേഷം ഇത് പ്രൂവ് ചെയ്യാന്നുള്ള എന്റെ ഒരു ഇന്റഗ്രേറ്റഡ് ഞാൻ ഉന്നയിച്ച വാദം. അതിന് കാരണം ഞാൻ ഈ GST വിഷയം ഉന്നയിച്ചതിന് പിന്നാലെ ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. ഇത് മാത്യു കുഴൽനാടൻ മാസപ്പടി വിഷയത്തിൽ GST വിഷയം ഉന്നയിച്ചത് സ്ട്രാറ്റജിക്കലി വലിയ പിഴവായിപ്പോയെന്നും അത് തെറ്റായിപ്പോയെന്നും അത് അതിന്റെ അകത്ത് സർക്കാരിനും ബാലഗോപാലിനും അല്ലെങ്കിൽ സർക്കാരിനും പിണറായി വിജയനും വീണ വിജയനും എന്തോ അഡ്വാൻറ്റേജ് കിട്ടി എന്ന പോലെ നമ്മുടെ പല മാധ്യമങ്ങളും അന്ന് ആ വിഷയം ചർച്ചയ്ക്കെടുത്തപ്പോ 4 അംഗ ബെഞ്ച് 3 അംഗ ബെഞ്ച് ഒക്കെ വിധി പ്രസ്താവിച്ച് ഞാൻ എന്തോ അതായത് അന്ന് എനിക്കിപ്പോഴും പ്രയാസമുള്ളൂ. ഒരു മാധ്യമ പ്രവർത്തനത്തിന്റെ ആധികാരികത നമ്മൾ ചോദ്യം ചെയ്യരുത്, തെറ്റുകൾ ആർക്കും പറ്റാം. പക്ഷേ ആധികാരികമായി നമ്മൾ ഈ ഒരു ഞാൻ ഉന്നയിച്ച വാദത്തെ ഖണ്ഡിക്കുന്നതിന് വേണ്ടി പ്രധാനപ്പെട്ട ചില മാധ്യമങ്ങൾ അടക്കം GST അല്ലെങ്കിൽ 1.72 ലക്ഷം രൂപയ്ക്ക് ആ നികുതി അടച്ചതിന്റെ രേഖ ഞങ്ങൾക്ക് കിട്ടി എന്ന് പറഞ്ഞ് പലതും ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. അപ്പോ അന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഐ ട്രൈ ടു എക്സ്പ്ലെയിൻ. അതായത് 2017 മുമ്പ് നികുതി അടയ്ക്കണമെന്നുണ്ടെങ്കിൽ വീണ വിജയന് സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ ഉണ്ടാക്കണം. 2017 മാത്രം GST എടുക്കുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് 2016 നികുതി അടക്കുക എന്ന് ഞാൻ ചോദിച്ചിരുന്നു. അതിന് പിന്നാലെ ഞാൻ തെളിയിക്കുന്നതിന് വേണ്ടി ഞാൻ RTI പ്രകാരം അപേക്ഷ കൊടുത്തു. 1ാമത്തെ ഫോറം അത് ഒരു വ്യക്തിയുടെ വിവരമാണ് എന്ന് പറഞ്ഞ് അത് നൽകുന്നതിന് തയ്യാറായില്ല. 2ാമത്തെ ഫോറവും അത് നിഷേധിച്ചു. 3ാമത്തെ അപ്പീലില്, അതായത് ഓഫീസ് ഓഫ് ദ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് സെൻട്രൽ ടാക്സ് നോർത്ത് കമ്മീഷണറേറ്റ് ഡിവിഷൻ HMT ഭവൻ ബെല്ലേരി റോഡ് ബാംഗ്ലൂർ, ആ ബാംഗ്ലൂരിൽ നിന്നും എനിക്ക് കിട്ടിയ റിപ്ലൈ ആണ് എന്റെ കയ്യിലുള്ളത്. ഞാനത് ഒന്ന് വായിക്കാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഫറ്റോൾ വീണ വിജയൻ 2017 മുമ്പ് നികുതി അടച്ചിട്ടുണ്ടെങ്കിൽ ഷീ ഷുഡ് ഹാവ് SGST അല്ലെങ്കിൽ സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ ഉണ്ടാവണം. ആ സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അടയ്ക്കാൻ കഴിയുള്ളൂ. അപ്പൊ അതായിരുന്നു എന്റെ ചോദ്യം. എന്റെ ചോദ്യം എന്ന് പറയുന്നത് വീണ വിജയൻ ഈ സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ ഉണ്ടോ, സർവീസ് ടാക്സ് അടച്ചിട്ടുണ്ടോ, അടച്ചിട്ടുണ്ടെങ്കിൽ എത്ര. അപ്പൊ അതിന്റെ പാരാ 3 റിപ്ലൈ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നത്. അത് നിങ്ങൾക്ക് ഐ വിൽ ട്രൈ ടു ഷോ ഇറ്റ് ഫോർ യു. ഇത് അതിന്റെ ബ്രേക്കപ്പ് ആണ്. ഇതാണ് ദിസ് ഈസ് ഗോയിങ് ടു ബി ക്രൂഷ്യൽ. ഞാനത് ജസ്റ്റ് ഒന്ന് വായിക്കാം. As per register number 1 of Ms. Veena Thaikandil available in GST portal, the details of service tax registration are not available. അതായത് details of service tax, in the absence of the same, it cannot be ascertained whether Ms. Veena Vijayan was registered with erstwhile service tax department or not. Hence the details of the service tax payment made by Ms. Veena Thaikandil is not available in this office. അതായത് സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നെങ്കിൽ വീണ വിജയൻ GSTയിലേക്ക് ട്രാൻസിഷൻ ഫോം കൊടുക്കുകയും ആ സർവീസ് ടാക്സ് രജിസ്ട്രേഷന്റെ ഡീറ്റെയിൽസ് GST പോർട്ടലിൽ കാണുകയും ചെയ്യാറ്. സോ ദാറ്റ് ഈസ് ക്ലിയർ, ഷീ ഡോണ്ട് ഹാവ് എ GST സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ പ്രയർ ടു ദ GST. അപ്പൊ ഈ 1.72 ലക്ഷം രൂപ വാങ്ങിയതില് ഒരു വലിയ ഭാഗം വാങ്ങിയത്, അത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, 1.72 ലക്ഷം രൂപ വാങ്ങിയത് എക്സാലോജിക് എന്ന കമ്പനി അല്ല.
1,05,00,000 രൂപ വീണ വിജയൻ പേഴ്സണൽ അക്കൗണ്ടിലേക്കും ബാക്കി 65 ലക്ഷം രൂപ മാത്രമാണ് എക്സാലോജിക്കും വാങ്ങിയത്. ബാലഗോപാലിന്റെ മറുപടി ഇനി നിങ്ങൾ ഒന്നുകൂടി ഒന്ന് കേട്ടു നോക്കിയാൽ നിങ്ങൾക്ക് അത് ഒന്നുകൂടി ഒരു ക്ലാരിറ്റി വരും.